ഇതിപ്പോ എനിക്ക് താമരക്കുളം പഞ്ചായത്തിൽ 17 വാർഡുകളാണ് ഞങ്ങൾ താമരക്കുളം പഞ്ചായത്തിലെ 17 വാർഡിൽ നിന്നും ഏറ്റവും മികച്ച വാഴ കർഷകനുള്ള അവാർഡ് എനിക്ക് തന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം 2023-24. ഇത് എന്നെ താമരക്കുളം പഞ്ചായത്തിലെ എൻ്റെ സുഹൃത്തുക്കൾ, പിന്നെ കർഷക കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചൊരു ആദരവ് തന്നാണ്. ഞങ്ങളുടെ കൃഷി ഓഫീസ് എന്ന് പറയുന്നത് താമരക്കുളം കൃഷി ഓഫീസാണ്. അവിടെ അനീഷ് സാർ എന്നും പറഞ്ഞ് സാറുണ്ട്. സാർ എനിക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും തരുന്നുണ്ട്. സാർ എന്നെ വിളിക്കും, ചോദിക്കും. ഇത് രാജേഷിന്റെ വാഴത്തോട്ടമാണ്. ഏകദേശം ഒരു 500 മുട കാണൂല്ലേ? ഏകദേശം ഇവിടെ ഒരു 350 മൂളോളം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു 50 മൂളോളം ഇപ്പം പന്നിയുടെ ഭയങ്കര ശല്യം. അങ്ങനെ അത് കിളിച്ചു വന്ന സമയത്ത് അത് മാന്തി കളഞ്ഞിട്ടുണ്ട്. ഒരു 50 മൂളോളം ഇപ്പം പോയിട്ടുണ്ട്. നമ്മുടെ ഓൾറെഡി 50 മൂളോളം പോയിട്ടുണ്ട്. രാജേഷ്, ഇത് നമ്മുടെ ഈ രാജേഷിന് സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഈ വാഴ കൃഷിയിലാണോ അതോ മറ്റു പല വാഴ കൃഷി തന്നെ മികച്ച വാഴ കർഷകനുള്ള അവാർഡാണ്. എത്ര പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്? ഒരു വട്ടം കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പം ഈ രാജേഷ് ഭായിൽ നിന്ന് നമുക്ക് ഈ വാഴ കൃഷിയുടെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും ഒന്ന് വിശദീകരിച്ച് ഒന്ന് പറഞ്ഞു തരണം ഞങ്ങൾക്ക് വേണ്ടി. രാജേഷ് ഭായ്, ഈ വാഴ നടുന്നതിന് മുമ്പ് നമ്മളെ ഈ പറമ്പ് ഒരുക്കുന്നത് എങ്ങനെയാണ്? പറമ്പ് ഒരുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്തെങ്കിലും വേറെ കൃഷികൾ ഉണ്ടെങ്കിൽ കാടെല്ലാം പറിച്ച് വൃത്തിയാക്കിക്കൊണ്ട് JCB കൊണ്ട് മൊത്തം കളച്ച് ആദ്യം ഉഴുതെടുക്കണം. ഉഴുതെടുത്തിട്ട് നമ്മളൊരു 3 മീറ്റർ ഡിസ്റ്റൻസിൽ കുഴികൾ കുഴിച്ച് ആദ്യത്തെ ഒരു ബക്കറ്റ് മണ്ണ് നമ്മൾ കുഴിന്ന് കോരി മാറ്റിയിട്ട് പിന്നെ 2 ബക്കറ്റ് കുഴി നല്ലതായിട്ട് കുഴിച്ച് അതിനകത്ത് തന്നെ ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മണ്ണിന്റെ pH മൂല്യം എല്ലാം റെഡി ആവുന്നതിന് വേണ്ടി നമ്മൾ കുമ്മായം കുറച്ച് ആദ്യ കുഴികളിൽ ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കകം തന്നെ നമ്മൾ വീണ്ടും ഈ കുഴി എടുത്തിട്ടിട്ട് നമ്മൾ വിത്ത് കൊണ്ടുവന്ന് അത് നടുന്നതിനുള്ള പരിപാടികളാണ്. രാജേഷ്, അപ്പൊ ഈ നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കത്തില്ലേ? അപ്പൊ അത്ര ആരോഗ്യപരമായ വിത്ത്, കീടബാധകളൊന്നും ഇല്ലാത്ത വിത്ത് എങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത്? വിത്ത് തിരഞ്ഞെടുക്കുന്നതിലാണ് ഏറ്റവും നല്ലതായിട്ട് കൃഷിയുടെ ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ വിത്ത് തിരഞ്ഞെടുക്കുക എന്നതാണ്. അത് വിത്ത് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയുടെ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മള് ഈ വെളിയിൽ നിന്ന് വരുന്ന വിത്താണെന്നുണ്ടെങ്കിൽ പോലും തന്നെ ഓവർ സൈസ് വിത്ത് തിരഞ്ഞെടുക്കാതിരിക്കുക. ഓവർ സൈസ് ആകുമ്പോൾ ഇത് കിളിച്ച് ഒരുപാട് മേല് വന്നു കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്താണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന അത്ര കരുത്തും കാര്യങ്ങളും കിട്ടില്ല. എന്നിട്ട് നമ്മളിവിടെ വിത്ത് കൊണ്ടുവന്നിട്ട് ചാണകവെള്ളത്തിൽ ആദ്യം മുക്കി വെക്കണം. ചാണകം ഇട്ട് ബക്കറ്റിട്ട് കലക്കി അതിനകത്ത് നമ്മൾ മുക്കി വെച്ചിരുന്നിട്ട് അത് കുറച്ച് ഒന്ന് ഉണക്കണം. ഉണക്കി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാണ് നമ്മളിത് നടുന്നത്. അപ്പൊ നടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എല്ലുപൊടിയും പിന്നെ വേപ്പിൻ പിണ്ണാക്കും ഇട്ടാണ് നടുന്നത്. വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മറ്റ് ജീവികളുടെ ഒന്നും ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ രാജേഷ്, ഈ വാഴകൾ തമ്മിലുള്ള അകലം ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഏകദേശം ഒരു 3 മീറ്ററിനോ അടുത്തോളം വാഴകൾ തമ്മിൽ അകലമുണ്ട്. ഈ അകലത്തിനുള്ള പ്രാധാന്യം കുല വരുന്നതിന്, ശക്തിയായിട്ട് ഇല വരുന്നതിനും? അകലത്തിലുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അകലം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൂടുതൽ ഹൈറ്റിൽ പോകാതിരിക്കും. തിങ്ങി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൊല ഉണ്ടാവുകയാണെങ്കിൽ കാറ്റോ വെള്ളം വരുവാണെന്നുണ്ടെങ്കിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ സൂര്യപ്രകാശം, ഇലകൾ തമ്മിൽ അടുത്ത് കഴിഞ്ഞാൽ സൂര്യപ്രകാശം കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ അതും ഒരു വലിയ ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ഇല വരുമ്പോ തന്നെ അടുത്ത വളം നമ്മൾ ചെയ്തിരിക്കണം. 4 ഇല വരുമ്പോൾ തന്നെ അടുത്ത അത് നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചൂട് സമയമാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് നനയ്ക്കണം. 4 ഇല വരാൻ എത്ര ആഴ്ച എടുക്കും? അത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചൂട് സമയത്താണ് വെക്കുന്നെങ്കിൽ നമ്മൾ നല്ലതായിട്ട് നനയ്ക്കുന്നതിന്റെ അനുസരിച്ചാണ് ഇത് കയറി വരുന്നത്. നമ്മൾ നല്ലതായിട്ട് വെള്ളം നനച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനകം തന്നെ 4 ഇല. നന വളരെ പ്രാധാന്യമാണ്. ആദ്യം നമ്മള് ഈ വാഴക്കന്ന് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നനയാണ് പ്രാധാന്യം ഉള്ളതെന്ന് പറയും. നമ്മള് നനച്ചു കഴിഞ്ഞെങ്കിൽ ഇത് കറക്റ്റായിട്ട് നല്ല കരുത്തോടെ കിളിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കിളിപ്പിൽ തന്നെ നമുക്കറിയാം ആ വാഴയുടെ ശക്തി എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം.
ശരി രാജേഷ്, എന്തായാലും എല്ലാ വാഴകളും ഒരുപോലെ കിളിർത്ത് കയറി വരുന്നില്ലല്ലോ. കിളിർപ്പ് കുറവുള്ള കരുത്ത് കുറഞ്ഞ കുട്ടികൾക്ക് എന്താ ചെയ്യുന്നത്? കരുത്ത് കുറഞ്ഞ കുട്ടികൾക്ക് നമ്മൾ സാധാരണ മറ്റു വാഴകൾക്ക് 1 മാസത്തിൽ ഒരിക്കലാണ് വളപ്രയോഗം ചെയ്യുന്നതെങ്കിൽ ഈ കരുത്ത് കുറഞ്ഞ വാഴകൾക്ക് നമ്മൾ അത് 2 പ്രാവശ്യം ചെയ്യണം. 15 ദിവസം ഒരിക്കലും 15 ദിവസം ഒരിക്കലും വളപ്രയോഗം എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള വാഴകൾക്ക് കൊടുക്കുന്നതിന്റെ ഇരട്ടി വളം കൊടുക്കണം. ഇരട്ടി വളം കൊടുക്കണം. ഇരട്ടി എന്ന് പറഞ്ഞാൽ അത് 1 പ്രാവശ്യമായിട്ടല്ല കൊടുക്കേണ്ടത്. 2 ഇപ്പം കരുത്തുള്ള വാഴക്ക് കൊടുക്കുന്നതിനേക്കാളും ഉപരി നമ്മൾ 2 പ്രാവശ്യമായിട്ട് മറ്റതിന് കൊടുത്തിട്ട് ഇതിന്റെ കൂടെ തന്നെ കയറ്റി വരാൻ നോക്കണം. അങ്ങനെയാണല്ലേ? അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊലയായി കഴിഞ്ഞാൽ മറ്റേത് കൊലയ്ക്കാതെ അവിടെ നിൽക്കും. പിന്നെ അങ്ങനെ നിന്ന് നാശമായി പോകുന്നത്. എല്ലാം ഒരുപോലെ കൊലച്ചെങ്കിലേ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഒരു വാഴ ശരിയായി വരുന്നുണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായി എടുത്തു മാറ്റണമെന്ന് തോന്നുന്നത് എന്ത് ചെയ്യും? പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ വേറെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നശിപ്പിച്ചു കളയും. അത് നശിപ്പിച്ചു കളയണം. രോഗമാണോ അതെന്താണ്? രോഗമല്ല, കരുത്തില്ലാതെ കിളിച്ചു വരുമ്പോ തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലോ, ആദ്യം നമുക്ക് കിളിച്ചു വരുമ്പോ തന്നെ അറിയാം ഒരു വാഴയുടെ ശരാശരി കരുത്തും അതിന്റെ എന്തോ കൊല കിട്ടുമെന്നുള്ള കാര്യവും നമുക്കത് കിളിപ്പിൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. ഇതിപ്പോ 5 മാസമായ ഒരു വാഴയാണ്. അതുകൊണ്ട് ഇതിന്റെ ചുവട്ടി കുട്ടിയുണ്ട് രാജേഷ്. അത് ഈ കുട്ടി വന്നാൽ എന്ത് ചെയ്യണം? അത് ഈ കുട്ടികൾ വരുന്നത് നമ്മൾ ഇതുപോലെ കാല് കൊണ്ട് ചവിട്ടി ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി വളർന്നു വരില്ല. ഇത് ഓടിക്കാൻ വിട്ടുപോയതല്ലേ? ഇത് ഓടിക്കാൻ വിട്ടുപോയതാ. ഇത് നമ്മള് എന്തിനാ ഇങ്ങനെ ഓടിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഈ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കരുത്ത് മൊത്തം, ഈ വാഴയുടെ കരുത്ത് മൊത്തം ഈ കുട്ടികളെ പിടിക്കും. കൊല ചെറുതാവും. ആ വാഴയുടെ കരുത്ത് മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പം അത് വിളവിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതിപ്പോ നമ്മൾ ഇതുപോലെ ചവിട്ടി ഒടിച്ച് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അതുപോലെ രാജേഷ്, ഇപ്പൊ മഴക്കാലമാണല്ലോ. മഴക്കാല പരിചരണങ്ങൾ എന്തൊക്കെയാണ് വാഴയ്ക്ക്? മഴക്കാലത്ത് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിനും കാറ്റടിക്കട മാതിരിയുള്ള കളകൾ മേടിച്ച് ഓരോന്നിനും സപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് ഇതിപ്പോ ഒരു 10-400 എണ്ണമൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കത് പ്രാബല്യത്തിൽ വരുത്തുമ്പോ നമുക്ക് നഷ്ടമാണ്. നമുക്ക് കർഷകർക്ക് താങ്ങാൻ ഒക്കത്തില്ല. ഒരു കാറ്റടിക്കടിക്ക് ഏകദേശം 100 രൂപ 100 രൂപ വില വരും. രാജേഷിന് ഈ ഒരു വാഴ, ഇപ്പൊ ഈ ഒരു വാഴയാണ്, ഇതൊരു വാഴ ഈ ഒരു പരുവമായി, ഇതിന് എന്ത് ചെലവ് വരും? കുല വിട്ടാൽ എന്തോ ലാഭം കിട്ടും? ഏകദേശം ഒരു വാഴ അതിന്റെ പൂർണ്ണതയിൽ വരുമ്പോൾ ഏകദേശം ഒരു 200 രൂപയ്ക്ക് അകത്ത് നമുക്ക് ചെലവ് വരും. ഒരു നല്ലൊരു വാഴക്കുല വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 700 രൂപ 700 രൂപ വരെ കഴിഞ്ഞ പ്രാവശ്യം വാഴ വിറ്റിട്ടുണ്ടായിരുന്നു. ഒരു കിലോയ്ക്ക് ഞാൻ 60 രൂപ 70 രൂപ ആ നിരക്കിലാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്. ഇത് ഏത് സീസണിലേക്ക് നട്ടിരിക്കുന്നതാണ്? ഓണമാണോ? ഇതിപ്പോ ഓണം സീസണിൽ നമുക്ക് ഇവിടെ എടുക്കാൻ ഒക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് നമുക്ക് ഓണം സീസണിൽ നമുക്ക് ഇതിന്റെ കുല എടുക്കാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോ ഓണത്തിന് കിട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് നമുക്ക് അത്രയും കിട്ടത്തില്ല. ഈ വയൽ ഏരിയകളിൽ മാത്രമേ നമുക്ക്, കരപ്രദേശത്ത് നമുക്ക് ഓണത്തിന് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷെ ഓണത്തിന് കിട്ടണമെങ്കിൽ ഇപ്പൊ നമുക്ക് വാഴ കുലയ്ക്കണം. കുലച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഓണത്തിന് കായ എടുക്കാനൊക്കെ ഉള്ളൂ. ഇപ്പൊ വളം ചെയ്തിട്ടുണ്ടാവല്ലോ? ഇല്ല, ഇപ്പം ഒരു 20 ദിവസത്തിന് മുന്നേ ചെയ്ത വളമാണ്. ഇനിയിപ്പോ അടുത്ത വളമായിരുന്നു ചെയ്തേ? അന്ന് പൊട്ടാഷ്യം ബാക്ടംബൂസുമാണ് അന്ന് ചെയ്തത്. അത് ഇടയ്ക്ക് ഇട്ടു. എത്ര ഗ്രാം വീതം ചെയ്തു? അത് ഒരു വാഴയ്ക്ക് ഒരു 250-300 ഗ്രാം വീതം ഇടണം. പിന്നെ അടുത്ത വളം ഇനി എപ്പോഴാ? അടുത്ത വളം 28ാമത്തെ ദിവസം അടുത്ത വളം ചെയ്യണം. 28ാമത്തെ ദിവസം. അങ്ങനെ 28 ദിവസങ്ങളിലാണ് വളം ചെയ്യുന്നത്. മഴയുള്ള സമയം നോക്കിയാണോ അതോ മഴ പെയ്തില്ലെങ്കിൽ വെള്ളം ഒഴിക്കോ? മഴ ഇപ്പം സീസൺ ഇതായതുകൊണ്ട് മഴയുണ്ടല്ലോ. അപ്പൊ നമ്മള് എപ്പോഴും മഴ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. മഴ ചെറിയ നനവും മതി. ചെറിയ നനവ്, ഈ രാസവളങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ നനവുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് ഇത് പിടിച്ചെടുക്കുന്നത്. അപ്പം പിന്നെ മഴയൊന്നും നോക്കിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഈ കാലാവസ്ഥ ഇത് ആയതുകൊണ്ട് നമ്മൾ മറ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഈ വളം ഇട്ടിട്ടേ മണ്ണുമായിട്ട് വെട്ടിപ്പെരട്ടോ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ, JCBക്കാണ് ഇതിന്റെ കുഴി എടുക്കുന്നത്. JCBക്ക് കുഴി എടുത്തു കഴിയുമ്പോൾ തന്നെ ഇതിന്റെ കുഴിക്ക് ഒരുപാട് വ്യാപ്തം വരുന്നുണ്ട്. കണ്ടല്ലേ, ഒരുപാട് വ്യാപ്തം വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വളപ്രയോഗം കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തർ മുമ്പ് മണ്ണ് 4 വശം ഇട്ടു കൊടുക്കണം.
എന്നാലേ അതിന്റെ വേര് ഇറങ്ങിയിട്ട് അത് പിടിച്ച് എടുക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ഓരോ തൂമ്പം മണ്ണ് ഇങ്ങനെ ഓരോ വളപ്രയോഗം കഴിയുമ്പോഴും ഇങ്ങനെ ഓരോ തൂമ്പം മണ്ണ് വീട് ഇട്ട് കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് കൊല കറക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ചെവിട് കറക്റ്റ് ആയിട്ട് മണ്ണുകൊണ്ട് നിറയുകയും ചെയ്യും. മറിഞ്ഞു പോകാനുള്ള ഒക്കെ സാധ്യത വളരെ കുറവായിരിക്കും. അതായത് രാജേഷ് പറയുന്നത് മേൽമണ്ണ് ഒരിക്കലും നമ്മൾ മാറ്റി വെക്കരുത്. മാറ്റി വെക്കത്തില്ല, നമ്മൾ മാറ്റി വെക്കുന്ന ഇതില്ല. ആദ്യം നമ്മൾ JCB കൊണ്ട് ഇങ്ങനെ കുഴി കുഴിച്ചിട്ട് കുറച്ചുകൂടി മാറ്റി വെക്കുക. മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് തന്നെ ആ വാഴ വിത്ത് മൊത്തം മൂടിയിരിക്കത്തക്കായിട്ടാണ് ആദ്യം നമ്മൾ മണ്ണിടുന്നത്. എന്നാലും ഇതുപോലെ കുഴികൾ കാണും. ഈ കുഴിക്കകത്ത് നമ്മള് അവസാനം ഇത് കിളിച്ച് വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ഒരു 4 ഇലയാകുമ്പോ തന്നെ നമ്മള് വളപ്രയോഗം തുടങ്ങും. ഈ വളപ്രയോഗം തുടങ്ങുമ്പോൾ ഓരോ പ്രാവശ്യം വളപ്രയോഗം തുടങ്ങുമ്പോഴും നമ്മൾ ഓരോ തൂമ്പ മണ്ണ് ഇതിന്റെ 4 വശം ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഈ വാഴയുടെ ലാസ്റ്റിൽ ഇത് കൊല വയ്ക്കാൻ പ്രായമാകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ചുവട്ടിൽ നല്ല മണ്ണ് കാണും. പിന്നെ ഇത് പിഴുതു വീഴാനോ ബാക്കിയുള്ള സാധ്യതകൾ കുറവായിരിക്കും. നമുക്ക് ഈ കൈ വെട്ടി വൃത്തിയാക്കുന്നത് ഇതൊരു ചെല്ലി മാതിരി ഒരു സാധനം, ഇത് ഈ പിണ്ടിയിൽ വന്ന് തുറന്നിട്ടാണ് പിണ്ടിപ്പുഴു ആകുന്നത്. അത് തുറക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് വൃത്തിയാക്കിയിട്ടേക്കുന്നത്. ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയത് നമ്മൾ. ഈ കൈകളെല്ലാം ഉണങ്ങി വരുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വൃത്തിയാക്കിയിട്ടേക്കുന്നതിന്റെ കാര്യം അതാണ്. അല്ലാതെ നമ്മൾ ഒരു മുറിവ് പോലും ഇതിന് ഏൽപ്പിക്കരുത്. മുറിവ് ഏറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാഴയ്ക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊലയിൽ അത് വ്യത്യാസം വരും. അല്ലാതെ നമ്മൾ മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കരുത്. ഇത് പിണ്ടി തുറന്നാണ് കയറുന്നത്. ഇത് പിണ്ടി തുറന്ന് കയറി കഴിഞ്ഞാൽ അതിനകത്ത് കൂടെ ഇങ്ങനെ ദ്രാവകം ഇങ്ങനെ പുറത്തോട്ട് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വാഴയുടെ ആ കരുത്തങ്ങ് പോവാണ്. അതിനുള്ള മരുന്ന് എന്താണ്? അതിന് ഈ പൊട്ടാസ്യം മരുന്നുകളൊക്കെ ഉണ്ട്. അത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി. അത് കാണുമ്പോൾ നമ്മൾ അന്നേരം തന്നെ ചെയ്യണം. അതിന് ജൈവ മാർഗത്തിൽ എന്തെങ്കിലും വളമുണ്ടോ? പുകയില കഷായം അങ്ങനെ? പുകയില കഷായം, പൊയിലയും സോപ്പും കൂടി ഇട്ട് നേർപ്പിച്ച ആ ലായനി നമ്മൾ തളിച്ചു കൊടുത്താലും മതി. അതാണ് ഏറ്റവും ഉത്തമം. രാജേഷേ, ഈ കൂമ്പ് വന്നതിന് ശേഷമേ എത്ര നാളിന് ശേഷമാണ് ഈ കുല വെട്ടാൻ പറ്റുന്നത്, പാകമാവുന്നത് എങ്ങനെ മനസ്സിലാവും വിളഞ്ഞെന്ന്? ഏകദേശം 3 മാസം എടുക്കും. ഒരു കൂമ്പ് കുടം വന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിനകം കൊല വിളഞ്ഞിരിക്കും. ഈ വാഴകളെല്ലാം ഒരേ രീതിയിൽ കുടം വരും അതോ ആഴ്ചകളുടെ വ്യത്യാസം? ആഴ്ചകളുടെ വ്യത്യാസം വരും. എല്ലാം ഒരേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ വാഴ കണ്ണെടുക്കുന്നതിനതിൽ തന്നെ ഇതിന്റെ പ്രായ വ്യത്യാസങ്ങൾ വരുമല്ലോ. ഈ 1-ാം തരം 2-ാം തരം 3-ാം തരം എന്നൊക്കെ കേട്ടിട്ടുണ്ട് വാഴ വിത്തില്. അതാണ് പറഞ്ഞത്. അപ്പൊ ഈ വാഴ കണ്ണെടുക്കുന്നതിനതിൽ തന്നെ നമുക്ക് വ്യത്യാസമുണ്ട്. ചിലത് പ്രായം കൂടിയത് കാണും, ചിലത് പ്രായം കുറഞ്ഞത് കാണും. നമ്മൾ അത് വെക്കുന്നതിന് അതിന് ഇത് വ്യത്യാസം വരും. ഈ കിളിപ്പിനകത്ത് തന്നെ നമുക്കറിയാം അതിന് ഇച്ചിരി പ്രായം കുറവുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനാവും. എന്നിട്ട് ഈ കുടം മറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാവലിന്റെ ഒക്കെ ശല്യമുണ്ട്. ഈ വാവലൊക്കെ ആണെങ്കിൽ കായെല്ലാം മടിച്ചു കളയും. അപ്പൊ നമ്മള് ഈ തൊട്ടാവാടി മുള്ളാണ് നമുക്ക്. അല്ലാതെ എല്ലാത്തിനും വലയൊന്നും ഇടാനൊന്നും ശാസ്ത്രീയമായ പരിഹാരമല്ല. അപ്പൊ നമുക്ക് ഇത് ആകുമ്പോൾ വലിയ ചെലവില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ്. ഈ തൊട്ടാവാടി മുള്ള് നമ്മൾ പിഴുതിട്ട് ആ കൊല മറിഞ്ഞ് അതിന്റെ മണ്ടക്കൂട്ടി ഇങ്ങനെ വെച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ അന്നേരം വാവലൊന്നും അടുക്കത്തില്ല. പിന്നെ അപ്പൊ ഈ കൂമ്പ് എപ്പോഴും ഒടിക്കും? കൂമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൊലയുടെ പടല മൊത്തം ഇലസി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 2-3 കൂമ്പിന്റെ പോളയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇങ്ങോട്ട് വീഴണം. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഒടിക്കാവും. ഏറ്റവും മേളിൽ വെച്ച് തന്നെ ഒടിക്കുകയും ചെയ്യും. കറ പോകുന്നതുകൊണ്ട് വാഴയ്ക്ക് യാതൊരു പ്രശ്നമില്ല. കറ പോകുന്നത് കൊണ്ട് ഉണ്ട്. നമ്മൾ ഈ കൂമ്പ് ഒടിച്ചിട്ട് നമ്മൾ ശകലം പച്ചച്ചാണം അവിടോട്ട് വെച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ അതാണ് ഉചിതം. അതുപോലെ കാറ്റടിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ കാറ്റിലൊക്കെ കാറ്റടിച്ച് ഒടിയാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ നമ്മൾ ഇത് നടുമ്പോ തന്നെ ചുവട്ടിൽ നല്ലതായിട്ട് മണ്ണ് ഓരോ പ്രാവശ്യം വളമിടുമ്പോഴും മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മണ്ണ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇത് പിഴുതു വീഴാനോ അല്ലെങ്കിൽ ചെറിയ കാറ്റടിച്ചു കഴിഞ്ഞാലൊന്നും അറിയത്തൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊലയാകുമ്പോൾ നമ്മൾ പരസ്പരം വാഴകൾ തമ്മിൽ പരസ്പരം കയറുകൊണ്ടൊന്ന് ബന്ധിച്ചിടാവുന്നുണ്ടെങ്കിൽ പരസ്പരം ഒരു പിടുത്തം കിട്ടും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അറിയത്തില്ല. ഇതിന്റെ വളപ്രയോഗം എന്ന് പറയുന്നത് ആദ്യം 4 ഇല വന്നു കഴിയുമ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് 4 ഇല വരണം. 4 ഇല വന്നു കഴിയുമ്പോൾ നമ്മൾ പിണ്ണാക്ക് പൊടിച്ചതും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചിട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ശകലം മണ്ണും ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 30ാമത്തെ ദിവസം ഫാക്ടംബോസും പൊട്ടാഷ്യം കൂടെ മിക്സ് ചെയ്ത് ഒരു 200 ഗ്രാം വീതം ഇട്ട് കൊടുക്കണം. വീണ്ടും നമ്മൾ അതിനകത്തിൽ ഇച്ചിരി കരുത്ത്
കുറവുള്ള വാഴയ്ക്ക് 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ മിക്സ് തന്നെ വീണ്ടും ഒരു 200 ഗ്രാം വീതം വീണ്ടും ഇട്ട് കൊടുക്കണം. അത് കരുത്ത് കുറഞ്ഞതിന്, മൊത്തത്തിന് വിടണ്ട. പിന്നെ ഓരോ 28 ദിവസം കഴിയുന്തോറും ഫാക്ടംബോസ്, പൊട്ടാഷ്, യൂറിയ ഇതും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ വേറെ വളങ്ങളൊന്നും ചെയ്യണ്ട. പിന്നെ ഇടയ്ക്ക് കോഴിവളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ മഴ സമയത്ത് കോഴിവളം ഇട്ട് കൊടുക്കുക. ഈ 7 വളവും ഇത് തന്നെയാണ്. ഫാക്ടംബോസും പൊട്ടാഷും യൂറിയ കൂടുതൽ ഇടരുത്. അത് കൊലയായി കഴിഞ്ഞാൽ പിന്നെ യൂറിയ അധികം ഇടുകയും ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കായ്ക്കും എല്ലാം പൊട്ടൽ ഉണ്ടാവും. കായ്ക്ക് പൊട്ടലുണ്ടാവും, പിണ്ടി പൊട്ടിക്കീറും, വാഴക്കൊല ചാഞ്ഞു വരുമ്പോൾ തന്നെ അതിൻ്റെ പിണ്ടി പൊട്ടിക്കീറി ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യൂറിയ കുറച്ച് ഒരു 50 ഗ്രാം വീതം ഇട്ട് കൊടുത്താൽ മതി. രാജേഷേ, ഈ വാഴയ്ക്ക് സാധാരണയായിട്ട് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? അതിനുള്ള പ്രതിവിധി ഒന്ന് പറയാമോ? സാധാരണയായിട്ട് മണ്ടയടപ്പൻ രോഗം, ഈ ഇല ചുരുണ്ട് വരും. അങ്ങനെ അതൊക്കെയാണ് ഏറ്റവും ഇതായിട്ട് വരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുള്ള പ്രതിവിധി എന്താണ്? ഈ ഇല മുരടിക്കുന്നതിന് ഉള്ള പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ പുകയിലയും ഇതും എല്ലാം കൂടി ഇട്ട് കഷായം അത് ആ ഇലയിൽ ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. അതെന്തോ പുഴുവാണ്? അല്ല, ചുരുട്ടല്ല, അത് ഒരു ഫംഗസ് മാതിരിയുള്ള ഒരു ഇതാണ് വരുന്നത്. അത് ഈ ഇലയിൽ ബാധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് അങ്ങനെ നിന്നിട്ട് അടുത്ത വാഴക്കൈ മേലോട്ട് വരുന്നില്ല. ഫംഗിസൈഡ് ആണല്ലേ? ഫംഗിസൈഡ് എന്തെങ്കിലും ഉപയോഗിക്കണം? ഇല്ല, അതെന്തെങ്കിലും നമ്മൾ ഈ ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇതാണ് നല്ലത്. ഈ പൊയില വെള്ളത്തിൽ ഇട്ടിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് നമ്മള് കുറച്ച് വാറ സോപ്പും കൂടി ഇട്ട് കലക്കി അത് നേർപ്പിച്ച് അത് തളിച്ചു കൊടുത്താൽ മതി. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വരുന്ന രോഗം? പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇല ചുരുണ്ട് വരുന്നത്, അതും ഇതുമാതിരി തന്നെയാണ്. ഈ ഫംഗസ് രോഗമാണ്. വേരുകളാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഇത് ഇടുമ്പോ തന്നെ കണ്ടോ വേരുകൾ മേളിലോട്ട് ഇങ്ങനെ വരുന്നുണ്ടോ? അത് ഓരോ പ്രാവശ്യം നമ്മൾ വളം എടുക്കാൻ വേണ്ടിയാണ് ഈ വേരുകൾ ഇങ്ങനെ മേളിലോട്ട് വരുന്നത്. മേളത്തെ വേര് ഇങ്ങനെ നമ്മൾ എത്ര മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിങ്ങനെ മേളിലോട്ട് വന്നോണ്ടേ. പുറം വേരിൽ നിന്നാണ് വളം പിടിച്ചെടുക്കുന്നത്. പുറം വേരിൽ നിന്നാണ്. അടിയിൽ എത്ര വളം ഇട്ടിട്ടും കാര്യമില്ല. നമുക്ക് മേളിൽ വളം ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കണം. മണ്ണിട്ട് കൊടുക്കുമ്പോ ഇതുപോലെ ഇങ്ങനെ വേര് പൊട്ടി വരുന്നുണ്ട്. അത് ഉണ്ട് ഇത് അതേമാതിരിയാണ് വേര് പൊട്ടി വരുന്നുണ്ടല്ലേ. ഈ വളം പിടിക്കാൻ വേണ്ടിയാണ് ഈ വേരുകൾ ഇങ്ങനെ മേളിലോട്ട് പൊട്ടി വരുന്നത്. അതിന്റെ അനുസരിച്ച് നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. അത് ഞാനിപ്പം കോഴിവളം ഇട്ടിട്ടുണ്ടായിരുന്നു. കോഴിവളം ഇട്ടിട്ടുണ്ട് കണ്ടോ. കോഴിവളം നല്ല ഇതാണ്. അപ്പൊ ഈ കാലാവസ്ഥയിൽ മാത്രമേ നമുക്ക് കോഴിവളം ഇടാൻ പറ്റുള്ളൂ. മഴയുള്ള സമയത്ത് കോഴിവളം ശകലം ചൂടുള്ള സാധനമാണ്. അത് നമുക്ക് ഈ കാലാവസ്ഥയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് പിടിച്ചു എടുത്തോളും. മാനസികമായി ശാരീരികമായി ഉന്മേഷം കിട്ടും. അപ്പൊ എല്ലാവരും പുതിയതായിട്ടുള്ളവരും കൃഷി എല്ലാരും ചെയ്യണം. സമയമുള്ളവരെല്ലാരും കൃഷി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. സമയമില്ലാതെ സമയം കണ്ടെത്തണമെന്നാണ് ഞാൻ പറയുന്നത്. കണ്ടെത്തി അത് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ചെറിയ നാളിൽ തൊട്ടേ ഞാൻ കൃഷികളൊക്കെ ചെയ്യാൻ തുടങ്ങി. എനിക്ക് വെള്ളരി, പാവല് അന്ന് എന്റെ ചെറിയ സമയത്തൊക്കെ അന്ന് ഇതുപോലെയുള്ള വിലയും കാര്യങ്ങളും ഒന്നുമില്ല. അന്ന് എവിടെയെങ്കിലും മാർക്കറ്റുകളിൽ നമ്മൾ ഈ മാധവപുരം മാർക്കറ്റിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൂട്ടിയിട്ട് ഓടെ ഒരു വിലയായിരുന്നു. ഇന്നതല്ല, ഇന്നത് മാറിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ഏകദേശം ഒരു ഗ്രാം ഉണ്ടെങ്കിൽ പോലും ആ ഗ്രാമിന് ഒരു വില കിട്ടും. അതുപോലെ കൃഷി ഓഫീസിൽ നിന്ന് കൃഷിയിൽ അവിടുന്നുള്ള എല്ലാ സഹായം ഞങ്ങളുടെ കൃഷി ഓഫീസ് എന്ന് പറയുന്നത് താമരക്കുളം കൃഷി ഓഫീസാണ്. അവിടെ അനീഷ് സാർ എന്നും പറഞ്ഞ് സാറുണ്ട്. സാർ എനിക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും തരുന്നുണ്ട്. സാർ എന്നെ വിളിക്കും, ചോദിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും. എനിക്ക് നരേന്ദ്രമോദിയുടെ കിസാന്റെ പൈസ കിട്ടുന്നുണ്ട്, അതൊക്കെ എടുത്ത് വിനിയോഗിക്കുന്നുണ്ടോ, വളം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കും. ഞാൻ എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടം ഉണ്ട്. അദ്ദേഹം ഈ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇവിടുത്തെ താമരക്കുളം പഞ്ചായത്തിലെ ഏറ്റവും നല്ല വാഴ കർഷകനുള്ള അവാർഡ് തന്നു. ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്ന് അറിയില്ല. എങ്കിലും നമ്മൾ പരമാവധി ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒരുവിധം പറഞ്ഞു. ഇപ്പൊ രാജേഷിന്റെ ഈ വാഴകളെല്ലാം വളരെ നല്ല കുലകൾ വരട്ടെ. ഇനിയും ഭാവിയിലും ഇതിലും മേൽ കൃഷിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ. എല്ലാ കൃഷിക്കും എല്ലാ ആശംസകളും നേരുന്നു. അപ്പൊ ഇത്രയും സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതിനും എൻ്റെ രാജേന്ദ്രൻ ബ്ലോഗ്സ് വള്ളികുന്നത്തിന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചിട്ടുണ്ട്.